കെമിസ്ട്രിയുടെ ഒരു ബേസ്മെന്റ് ക്ലാസ്സാണ് ഈ വീഡിയോ. രസതന്ത്രത്തിന്റെ അടിത്തറ എന്നത് പീരിയോഡിക് ടേബിളാണ്. ആവർത്തന പട്ടിക നമുക്കൊന്ന് മനസ്സിൽ പതിപ്പിക്കാം. ആവർത്തന പട്ടിക മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നത് എലമെന്റ്സിന്റെ മൂലകങ്ങളുടെ അവയുടെ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ അസെൻഡിങ് ഓർഡറിൽ ക്രമീകരിച്ചിരിക്കുന്ന പട്ടികയാണ്. ആവർത്തന പട്ടികയെ 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമായി തിരിച്ചിട്ടുണ്ട്. മൂലകങ്ങളുടെ എലമെന്റ്സിന്റെ ആറ്റത്തിന്റെ വലുപ്പം, ഇലക്ട്രോപോസിറ്റീവ് സ്വഭാവം, ഇലക്ട്രോനെഗറ്റീവ് സ്വഭാവം ഇവ ഗ്രൂപ്പിലും പീരീഡുകളിലും ക്രമമായി മാറുന്നു. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഉപജ്ഞാതാവ് മെൻഡലീഫ് ആണ്. ഇദ്ദേഹം അണുഭാരത്തിന്റെ അതായത് അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് ആവർത്തന പട്ടിക തയ്യാറാക്കിയത്. ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ, ആറ്റോമിക സംഖ്യ. ഇവയാണ് ഒരു മൂലകത്തിനെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നത്. ഇത് മോസ്ലിയുടെ കണ്ടുപിടുത്തമാണ്. ഇന്നുപയോഗിക്കുന്ന ആവർത്തന പട്ടികയും അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മോസ്ലിയുടെ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നീൽസ് ബോർ ആണ് ഇന്നത്തെ ഏറ്റവും മികച്ച ആവർത്തന പട്ടികയ്ക്ക് രൂപം നൽകിയത്. ആവർത്തന പട്ടികയിലെ 80-ലധികം മൂലകങ്ങളും ലോഹങ്ങളാണ്. മിക്കവയും സംയുക്തങ്ങളായാണ് ഭൂമിയിൽ കാണപ്പെടുന്നത്. ധാതുക്കളായി 16-ലധികം അലോഹങ്ങളാണ്. ഭൂമിയിലെ ഏറ്റവും വിലയേറിയ ലോഹം കാലിഫോർണിയമാണ്. PSCക്ക് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് കീ ഫാക്ട്സ് ഉണ്ട്. നമുക്കത് സെക്കൻഡ് പാർട്ടിൽ വിശദമായി നോക്കാം.